ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അവസാനം ചെന്നെത്തിയത് ഒരു ഡെസ്റ്റിനേഷൻ ഈവനിങ്ങിലാണ്. എന്തായാലും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നെട്ടിച്ചു. മാജിക് മൊമെന്റ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ആ ചേട്ടൻ കിട്ടിലായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഹൃദയ സിനിമ പോലെ മഴയത്തായി പോയി. ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂമും സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിൽ ഏകദേശം കളർ ടോൺ ആയിരുന്നു കേട്ടോ. എനിക്കും ആശാനും കോസ്റ്റ്യൂം ചെയ്തു തന്നത് ദേവാൻഷി ബൊട്ടീക്കാണ്. അതും ഒരു വെറൈറ്റി രീതിയിലാണ് അവർ ചെയ്തു തന്നത്. പേസ്റ്റൽ കളർ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എൻ്റെ മാത്രം പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ കേക്കുണ്ട്, DJ ഉണ്ട്, മഴയും ഉണ്ട്. എനിക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ വെഡ്ഡിങ്ങിന് നമ്മൾ കുറച്ചൊക്കെ മേക്കപ്പ് ഇടണം. കുറഞ്ഞു പോയോ എന്നൊരു സംശയം തോന്നി. മഴ എന്തായാലും കൂടിയിട്ടുണ്ട്, പ്രോഗ്രാം തുടങ്ങാനും സമയമായിട്ടുണ്ട്. കുറേ നേരം നമ്മൾ മഴ കുറയുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഇനി എന്തായാലും ഒരു വെൽക്കം ഡാൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടും കൽപ്പിച്ചങ്ങ് വിചാരിച്ചു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായതുകൊണ്ട് എൻ്റെ മുഖത്ത് ആ പേടി അറിയേയില്ല. നല്ല പേടിച്ചെല്ലാം തെറ്റിച്ചാണ് ഞാൻ കളിച്ചത്, ആദ്യം തൊട്ട് അവസാനം വരെ. ബാക്കി പ്രോഗ്രാംസും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. മഴ നോക്കി നിന്നിട്ട് കാര്യമില്ല. കേക്കൊക്കെ മുറിക്കാമെന്ന് കരുതി എല്ലാവരെയും സ്റ്റേജിലോട്ട് വിളിക്കാണ്. മഴ കിട്ടിലായി പെയ്യുന്നുണ്ട്. പിന്നെ അതും വീഡിയോസിലൊക്കെ നല്ല ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ബട്ട് ചെളിയായിരുന്നു ഫുൾ. എങ്കിലും വീഡിയോ അടിപൊളി. അപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്, ഈ ഫയർ വർക്ക്സ് ഒക്കെ കാണാനേ ഭംഗിയുള്ളൂ, എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ എല്ലാ ചടങ്ങും പോലെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും അനിയത്തിക്കും എല്ലാവർക്കും കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഫോട്ടോ സെഷനായിരുന്നു. അത് പിന്നെ പറയണ്ടല്ലോ. ഒത്തിരിയും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ആർക്കും എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അവരെല്ലാവരും ബിസിയായിരുന്നു. കുറേ പേര് പുറത്തോട്ട് പോയി, ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ. അപ്പോൾ ഇതിനാണ് കുറച്ച് പേരെങ്കിലും എത്തിയത്. അതെന്തായാലും അടിച്ചു പൊളിച്ചു. ഇപ്പോഴാണ് ഞാനൊന്ന് വൈബായത്. ഇവരൊക്കെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഫ്രണ്ട്സാണ്. LKG UKG തൊട്ടുള്ള ഫ്രണ്ട്സ് വരെ ഉണ്ട്. പക്ഷേ അവരൊക്കെ പുറത്തോട്ട് പോയി. ഈ ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും വീഡിയോ കോളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് ഞങ്ങളൊരു വൈബിലെത്തിയിട്ടുണ്ട്. മഴയൊന്നും പ്രശ്നമേ അല്ലാത്ത സ്റ്റേജിലായി. അമ്മയും അച്ഛനൊക്കെ റിസോർട്ട് പോലൊരു വീട് പോലെ ഉള്ളതുകൊണ്ട് അവിടെ സേഫായിരുന്നു. ആശാൻ്റെ കസിൻസും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു വൈബിലോട്ട് മാറായിരുന്നു. ഇനി അങ്ങോട്ട് മഴ നനഞ്ഞ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് വന്നാലും നമ്മൾ ഡാൻസ്, ഫോട്ടോ പോലും എടുക്കുന്നില്ലായിരുന്നു ഡാൻസ്. ഇവർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഞെട്ടലായിരുന്നു. ഇവരെ ഞങ്ങളുടെ കോസ്റ്റ്യൂം നേരത്തെ അറിഞ്ഞു വെച്ച് വന്നതാണോ? ഫുൾ പിങ്ക് മയം, BTS പോലെ. ഞാൻ പറഞ്ഞല്ലോ, മഴ കൊണ്ട് എല്ലാവരും വേറൊരു വൈബിലെത്തി. ഇനി ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മുദ്ര കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ ഏത് പാട്ടായിരിക്കും, ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. തുടക്കം മാംഗല്യം, അത് തന്നെ.
ജെ കളിക്കാൻ ഫസ്റ്റ് ഇയർ റെഡി ആയിട്ട് ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നിരിക്കുകയാണ്. ഡി ജെ തുടങ്ങാൻ സമയമായി. 10 മണി വരെ ഡി ജെ അലൗഡ് ഉള്ളൂ എവിടെയാണെങ്കിലും. ഈ സ്പോട്ട് എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിലോ എന്ന് വെച്ച് ഞാനിപ്പോൾ പറയാം. ഇത് വെള്ളായണിയിലാണ്. വെള്ളായണി ലേക്കിനടുത്തൊരു സ്പോട്ടാണ്. അപ്പോൾ 10 മണി വരെ ഡി ജെ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഡി ജെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. അതിന് മുന്നേ നമ്മൾ ഡി ജെ വൈബിലായിരുന്നു. എന്നാലും ഡി ജെ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ഡി ജെ. ഇതാണ് ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വിചാരിച്ച പോലെ ഒന്നും ഫോട്ടോസും വീഡിയോസും ഫംഗ്ഷനൊന്നും നടന്നില്ല. കാരണം മഴ കാരണം എല്ലാം കുറച്ച് വേറെ ആയിപ്പോയി. പക്ഷേ ഡി ജെ ആണ് ഞങ്ങൾ ആകെ എൻജോയ് ചെയ്തത്. എല്ലാവരും എൻജോയ് ചെയ്തു. ഉണ്ണിക്കുട്ടനുണ്ടല്ലോ, അളിയൻ, അവൻ അന്ന് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ എത്തി വൈകിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അവനും ഡി ജെ മാക്സിമം എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തത് ഇതായിരുന്നു. ശരിക്കും വീഡിയോസും ഫോട്ടോസ് ഒന്നും നേരെ ഞങ്ങൾ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. യെസ്, അങ്ങനെ ഡെസ്റ്റിനേഷൻ ഈവനിങ് അവിടെ കഴിഞ്ഞു ഗൈസ്. എന്തൊക്കെയോ ആയി. എന്തായാലും അടിച്ചു പൊളിച്ചു. അപ്പോൾ ടാറ്റാ.